എല്ലാവർക്കും മോപ്ടെക്കിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്നത്തെ ഒരു വീഡിയോയുടെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ട്രബിൾ ഷൂട്ടിംഗ് ആണ്. നമ്മൾ കഴിഞ്ഞ പ്രാവശ്യത്തിൽ ചെയ്ത പോലെ തന്നെ ഒരു ട്രബിൾ ഷൂട്ടിംഗ് സ്റ്റെപ്സ് ആണ് നമ്മൾ ഇന്നത്തെ ഒരു വീഡിയോയിൽ നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. വേറെ ഒന്നുമല്ല, നമ്മുടെ ലാപ്ടോപ്പുകൾ, അതായത് ചില സമയങ്ങളിലൊക്കെ നമ്മുടെ ലാപ്ടോപ്പ് വർക്ക് ചെയ്യുന്ന സമയം കഴിഞ്ഞിട്ട്, അതായത് ഫോർ എക്സാമ്പിൾ ഒരു വർക്ക് ചെയ്തിട്ട് നമ്മൾ ഷട്ട് ഡൗൺ ചെയ്ത് വെച്ച് പിന്നെ അടുത്ത ദിവസം നമ്മൾ ലാപ്ടോപ്പ് ഓപ്പൺ ചെയ്യുന്ന സമയത്ത് ഓട്ടോമാറ്റിക്കലി ആയിട്ട് നമുക്ക് ലാപ്ടോപ്പിലൊന്നും കാണുന്നില്ല. അങ്ങനത്തെ ഒരു പ്രോബ്ലം വരാറുണ്ട്. അതായത് നോ ഡിസ്പ്ലേ എറർ എന്ന് പറയുന്നത്, നമ്മൾ ഡിസ്പ്ലേ ഒന്നും ഇല്ലാത്ത അവസ്ഥ. സോ അങ്ങനത്തെ ഒരു കേസ് വന്നു കഴിഞ്ഞാൽ നമ്മളത് എങ്ങനെയാണ് റെക്ടിഫൈ ചെയ്യുക, അല്ലെങ്കിൽ അത് എങ്ങനെയാണ് ക്ലിയർ ചെയ്യുക എന്നുള്ളൊരു ചെറിയൊരു ടിപ്സാണ് നമുക്ക് ഇന്നത്തെ ലാപ്ടോപ്പിൻ്റെ ഒരു വീഡിയോസിൽ നമ്മൾ എടുക്കുന്നത്. ഒരു ട്രബിൾ ഷൂട്ടിംഗ് വീഡിയോ ആണ്. സോ ഇതിനായിട്ട് നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ എപ്പോഴും നമുക്ക് ഇൻഡിക്കേഷൻസുകൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. നമ്മുടെ ലാപ്ടോപ്പുകൾ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ അതിനകത്ത് കുറേ ഇൻഡിക്കേഷൻ ലൈറ്റ്സുകൾ ഉണ്ടായിരിക്കും. ഇപ്പോൾ ലാപ്ടോപ്പ് ആണെങ്കിലും ഡെസ്ക്ടോപ്പ് ആണെങ്കിലും സർവർ സിസ്റ്റംസ് ആണെങ്കിലും ഒക്കത്തിനും ഒരു ഇൻഡിക്കേഷൻ ലൈറ്റ്സുകൾ ഉണ്ടായിരിക്കും. ഈവൻ നെറ്റ്വർക്ക് സ്വിച്ച് ആണെങ്കിലും ഒക്കെ ഒരു ഇൻഡിക്കേഷൻ ലൈറ്റ് ഉണ്ടാവും. സോ ആ ലൈറ്റിനെ നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്തിട്ടാണ് ഈ പ്രൊഡക്റ്റ് വർക്കിംഗ് ആണോ അല്ലയോ എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ചെക്ക് ചെയ്യാനുണ്ടാവുക. സോ ഒരു ടഫ് സീരീസിലുള്ള ഒരു ലാപ്ടോപ്പിൻ്റെ നോ ഡിസ്പ്ലേ കേസസ് ആണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ എടുക്കുന്നത്. സോ ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമുക്കറിയാം, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഒരു അഡാപ്റ്റേഴ്സിനെ കുറിച്ചിട്ടൊക്കെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു, അല്ലെങ്കിൽ കഴിഞ്ഞൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. സോ ഫസ്റ്റ് വൺ, നമുക്ക് ലാപ്ടോപ്പിലേക്ക് നമ്മുടെ അഡാപ്റ്റർ പ്രോപ്പറായിട്ട് കണക്ട് ചെയ്യുക എന്നുള്ളതാണ്, പ്ലഗ് ഇൻ ചെയ്യുക എന്നുള്ളതാണ്. സോ നമ്മൾ പ്രോപ്പറായിട്ട് ഒരു ലാപ്ടോപ്പിലേക്ക് അഡാപ്റ്റർ പ്ലഗ് ഇൻ ചെയ്യുന്ന സമയത്ത് ആ ലാപ്ടോപ്പിൻ്റെ ഇൻഡിക്കേഷൻ ലൈറ്റുകൾ ഉണ്ടായിരിക്കും. അതായത് ഒരു അഡാപ്റ്റർ പ്ലഗ് ചെയ്യുന്ന സമയത്ത് അതിനകത്തൊരു ഇൻഡിക്കേഷൻ ലൈറ്റ് ഉണ്ടാവും. ആ ലൈറ്റ് ബ്ലിങ്ക് ചെയ്യുന്നുണ്ടോ ഇല്ല എന്നുള്ളതാണ് ഫസ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത്. സോ ഇൻ കേസ് ഇത് ബ്ലിങ്ക് ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ, ആ ലൈറ്റ് കത്തുന്നില്ല എന്നുണ്ടെങ്കിൽ, യു ക്യാൻ ചെക്ക് യുവർ അഡാപ്റ്റർ. സോ നിങ്ങൾക്ക് നമ്മുടെ അഡാപ്റ്റർ ചെക്ക് ചെയ്യുക എന്നുള്ളതാണ്. അഡാപ്റ്റർ ചെക്ക് ചെയ്യുന്നത് നമുക്ക് കഴിഞ്ഞൊരു വീഡിയോയിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. മൾട്ടിമീറ്റർ ത്രൂ ഔട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അഡാപ്റ്റർ ചെക്ക് ചെയ്യാൻ പറ്റും. അതിൻ്റെ കറക്റ്റ് ഔട്ട് വോൾട്ടേജ് എത്രയാണെന്നുള്ളത് അതിൻ്റെ ലാബിൽ എഴുതിയിട്ടുണ്ടാവും, സ്റ്റിക്കർ ഉണ്ടാവും. ആ സ്റ്റിക്കർ നോക്കിയിട്ട് നമുക്ക് കറക്റ്റ് ഔട്ട് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് മൾട്ടിമീറ്റർ ത്രൂ ഔട്ട് നമുക്ക് ചെക്ക് ചെയ്യാൻ പറ്റും. സോ അഡാപ്റ്ററിന് കംപ്ലൈൻറ്റ് ഇല്ല എന്നുള്ളത് റെക്ടിഫൈ ചെയ്ത് കഴിഞ്ഞാൽ അടുത്ത സ്റ്റെപ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലാപ്ടോപ്പ് ഓൺ ചെയ്യുക എന്നുള്ളതാണ്. സോ നമ്മൾ ലാപ്ടോപ്പ് ഓൺ ചെയ്യുന്ന സമയത്ത് ഇതിൻ്റെ സൈഡിലൊക്കെ ആയിട്ട് നമുക്ക് ഇൻഡിക്കേഷൻ ലൈറ്റുകൾ ഉണ്ടായിരിക്കും. ഫോർ എക്സാമ്പിൾ, ലാപ്ടോപ്പ് ഓൺ ചെയ്യുന്ന സമയത്ത് ഒരു ഹാർഡ് ഡിസ്ക് LED ലൈറ്റ്സുകൾ കത്താറുണ്ട്, അല്ലെങ്കിൽ പവർ LED ലൈറ്റ്സ് കത്താറുണ്ട്. അതല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ഇതിൻ്റെ നമ്മുടെ നമ്പർ ലോക്ക് ബ്ലിങ്ക് ചെയ്ത് നോക്കാം, ക്യാപ്സ് ലോക്ക് ബ്ലിങ്ക് ചെയ്യുന്നുണ്ടോ നോക്കാം. പിന്നെ ചില ഇൻ്റർഫേസസിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമ്മുടെ കീബോർഡ് ഇൻഡിക്കേഷൻ ലൈറ്റ്സുകൾ ഉണ്ടാവും, അല്ലേ. RGB കീബോർഡ്സിൻ്റെ ഒരു റോഗ് സീരീസിലോ അല്ലെങ്കിൽ ടഫ് സീരീസിലൊക്കെ വരുന്ന സമയത്തൊക്കെ ഒരു കീബോർഡ് ലൈറ്റ്സുകൾ ഉണ്ടായിരിക്കും. ഇത് ബ്ലിങ്ക് ചെയ്യുന്നുണ്ടോ എന്നുള്ള കാര്യങ്ങളൊക്കെ നോക്കാം. ഇത്രയൊക്കെ നോക്കിയിട്ട് നമുക്ക് ഡിസ്പ്ലേ, നമ്മുടെ പ്രോബ്ലം എന്ന് പറയുന്നത് എന്താണ്, ഡിസ്പ്ലേ എടുക്കുന്നില്ല, അല്ലെങ്കിൽ ഡിസ്പ്ലേ കംപ്ലൈൻറ്റ്, അതാണ് നമ്മുടെ പ്രശ്നം. അപ്പോൾ ഇത് എന്താണ് അവസ്ഥ എന്നുള്ളത് നോക്കാം. നമ്പർ ലോക്ക് ഓൺ ആവുന്നുണ്ടോ, ഓഫ് ആവുന്നുണ്ടോ, അല്ലെങ്കിൽ ക്യാപ്സ് ലോക്ക് ഓൺ ആവുന്നുണ്ടോ, ഓഫ് ആവുന്നുണ്ടോ, ലൈറ്റ് കത്തുന്നുണ്ടോ, ഇടുന്നുണ്ടോ. ഇതാണ് നമ്മൾ ഓൺ ആൻഡ് ഓഫ് എന്ന് പറയുന്ന ഒരു സ്റ്റെപ്സ് ചെയ്യുന്നത്. സോ ഇത് രണ്ടാമത്തെ സ്റ്റെപ്പാണ്, ഈ ഒരു സ്റ്റെപ്പ് എന്ന് പറയുന്നത്. അതായത് അതിൻ്റെ ബോർഡ് ഫങ്ഷനിങ് ആണ്, അല്ലെങ്കിൽ അതിൻ്റെ ഒരു വർക്കിംഗ് കണ്ടീഷൻ എങ്ങനെയാണ് എന്നുള്ളത് ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു സ്റ്റെപ്സ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ദെൻ തേർഡ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമുക്കൊരു എക്സ്റ്റേണൽ ഇൻ്റർഫേസ്, എക്സ്റ്റേണൽ നമ്മുടെ എന്താ പറയുക, ഒരു മോണിറ്ററിൻ്റെ സഹായം നമുക്കിതിൽ ആവശ്യമാണ്. കാരണം ഒരു എക്സ്റ്റേണൽ മോണിറ്റർ നമ്മൾ കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ ലാപ്ടോപ്പിൻ്റെ ഇൻറ്റേർണൽ ഡിസ്പ്ലേക്ക് എന്തെങ്കിലും കംപ്ലയിൻറ്റ്സ് ഉണ്ടെങ്കിൽ നമുക്കത് എക്സ്റ്റേണൽ വർക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ അത് ഒരു എക്സ്റ്റേണൽ മോണിറ്റേഴ്സ് നമുക്ക് അവൈലബിൾ ആയിട്ട് വേണം. സോ അത് ജസ്റ്റ് ചെക്ക് ചെയ്യാൻ പറ്റും. നമ്മൾ പോർട്ടുകൾ കഴിഞ്ഞൊരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, അല്ലേ. VGA പോർട്ടോ അല്ലെങ്കിൽ HDMI പോർട്ടുകളൊക്കെ ആയിരിക്കും മോണിറ്ററുകൾ സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ പ്രൊജക്ടർ ആണെങ്കിൽ പോലും നമുക്കവിടെ DVI അല്ലെങ്കിൽ HDMI പോർട്ടുകളായിരിക്കും സപ്പോർട്ട് ചെയ്യുക. സോ ഈ പോർട്ടിലേക്ക് നമുക്ക് എന്ത് ചെയ്യാം, ലാപ്പിൽ നിന്ന് വീഡിയോ ഔട്ടിംഗ് പോർട്ട് എന്ന് പറയുന്ന HDMI പോർട്ടിൻ്റെ കേബിൾ ത്രൂ ഔട്ട് നമുക്ക് ഈ വിഷ്വലിൽ നമുക്ക് ഔട്ട് കിട്ടുന്നുണ്ടോ എന്നുള്ളത് കൂടി നോക്കാം. സോ ഇങ്ങനെ നമുക്ക് നോക്കിയിട്ട് ചിലപ്പോൾ ഒരു പക്ഷേ അതിനകത്ത് എന്ത് ചെയ്യുന്നുണ്ടാവില്ല, ഔട്ട് കിട്ടുന്നുണ്ടാവില്ല, അല്ലെങ്കിൽ അതിനകത്ത് ഔട്ട് കിട്ടുന്നുണ്ട്, മീൻസ് ആ ഒരു എക്സ്റ്റേണൽ കൊടുത്തിരിക്കുന്ന മോണിറ്ററിനകത്ത് ഔട്ട് കിട്ടുന്നുണ്ട്, അല്ലെങ്കിൽ പ്രൊജക്ടറിലേക്ക് ഔട്ട് കിട്ടുന്നുണ്ട്, പക്ഷേ നമുക്ക് ഇൻറ്റേർണലി നമുക്ക് ഔട്ട് കിട്ടുന്നില്ല. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ കംപ്ലയിൻറ്റ്സ് നമുക്ക് എപ്പോഴും എന്തായിരിക്കും, ഗ്രാഫിക്കലി എന്തായിരിക്കും കംപ്ലയിൻറ്റ്സ് ആയിരിക്കും, ഡിസ്പ്ലേ ഇഷ്യൂസ് ആയിരിക്കാം, അല്ലെങ്കിൽ കേബിളിൻ്റെ ഇഷ്യൂസ് ആയിരിക്കാം.
അപ്പോൾ അങ്ങനെയുള്ള പ്രശ്നങ്ങൾ വരാം. ഇനി അതിലും നമുക്ക് ഔട്ട് കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ, നമ്മളിങ്ങനെ എക്സ്റ്റേണലായിട്ട് കൊടുത്തിട്ടും നമുക്ക് ഔട്ട് കിട്ടുന്നില്ല, അങ്ങനത്തെ ഒരു കേസ് വരാറുണ്ട് ചിലപ്പോൾ. ഒരു പക്ഷേ അങ്ങനെയൊക്കെ ഒരു കേസ് വരാറുണ്ട്. സോ നമ്മൾ മെമ്മറിയെ നമ്മൾ എന്ത് ചെയ്യണം, ഒന്ന് ചെക്ക് ചെയ്യണം. മെമ്മറി ജസ്റ്റ് ഒന്ന് റിമൂവ് ചെയ്തിട്ട് ജസ്റ്റ് ഒന്ന് ഇൻസേർട്ട് ചെയ്യുക. ജസ്റ്റ് ഒന്ന് ആഡ് ആൻഡ് റിമൂവ് എന്നാണ് നമ്മൾ പറയുക, അല്ലെങ്കിൽ പ്ലഗ് ഇൻ പ്ലേ എന്നാണ് നമ്മൾ പറയുക. ജസ്റ്റ് ഒന്ന് പ്ലഗ് ചെയ്യുക, ജസ്റ്റ് ഒന്ന് കണക്ട് ചെയ്തിട്ട് ഒന്നുകൂടി എന്ത് ചെയ്യുക, ജസ്റ്റ് ഒന്ന് ഓൺ ചെയ്ത് വെക്കുക. സോ അപ്പോൾ നമുക്ക് 4ാമത്തെ സ്റ്റെപ്പായി നമ്മൾ എക്സ്റ്റേണൽ ഇൻ്റർഫേസസ്, അതായത് എക്സ്റ്റേണൽ നമ്മുടെ ഡിസ്പ്ലേ ഔട്ടിങ് സെക്ഷൻസ് നമുക്ക് യൂട്ടിലൈസ് ചെയ്യാൻ പറ്റും. ദെൻ അതേപോലെ തന്നെ നമുക്ക് റാമിനെ നമ്മൾ എന്ത് ചെയ്യുക, ജസ്റ്റ് ഒന്ന് പ്ലഗ് ഇൻ പ്ലേ ചെയ്ത് നോക്കുക. ഇനി ഇതും നമുക്ക് വർക്കൗട്ട് ആയിട്ടില്ല എന്നുണ്ടെങ്കിൽ, ഇതും നമുക്കൊരു പ്രോപ്പറായിട്ടുള്ളൊരു ട്രബിൾ ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റിയിട്ടില്ല എന്നുണ്ടെങ്കിൽ, അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഇതിനകത്ത് ബയോസ് വർക്കിംഗ് ആണോ അല്ലേ എന്നുള്ളതാണ്. നമുക്കറിയാം ഒരു ഓപ്പറേറ്റിംഗ് സിസ്റ്റം വർക്ക് ചെയ്യാത്ത അവസ്ഥയിൽ ചിലപ്പോൾ നമുക്ക് ലോഗിൻ സ്ക്രീനൊക്കെ ചെയ്ത് കാണിച്ചിട്ടായിരിക്കും ഈ പ്രൊഡക്റ്റ് ഓഫായി പോകുന്നത്. മീൻസ് ഈ ഒരു ലാപ്ടോപ്പ് ഓഫായി പോകുന്നത്. ചിലപ്പോൾ നമുക്കിപ്പോൾ എക്സാമ്പിൾ ഒരു ബ്രാൻഡിൻ്റെ നെയിം അസൂസ് ആയിരിക്കാം, അല്ലെങ്കിൽ ഡെൽ ആയിരിക്കാം, എച്ച് ആയിരിക്കാം, ലെനോവോ ആയിരിക്കാം. ജസ്റ്റ് ആ ഒരു പേര് കാണിച്ചിട്ട് ജസ്റ്റ് എന്തില്ല കംപ്ലീറ്റ്ലി ഡിസ്പ്ലേ ഔട്ടായിരിക്കാം. അങ്ങനത്തെ ഒരു കേസ് ആയിരിക്കാം. സോ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്കത് എന്താണ് വിഷ്വൽ പ്രോപ്പറായിട്ട് കിട്ടുന്നുണ്ട് എന്നുള്ളൊരു ചെറിയൊരു സൂചന ഉണ്ട്. ഐ മീൻ ഡിസ്പ്ലേ ഓക്കെ ആണെന്നുള്ളത്. സോ നമുക്ക് അതിനകത്ത് ചെയ്യേണ്ട അടുത്ത സ്റ്റെപ്സ് എന്ന് പറയുന്നത് എന്താണ്, അതിൻ്റെ ബയോസ് കോൺഫിഗറേഷനാണ്. സോ നമുക്ക് ഓരോ ലാപ്ടോപ്പിൻ്റെയും ഐ മീൻ ഓരോ സിസ്റ്റങ്ങളുടെയും ബയോസ് എന്ന് പറയുന്ന സീക്രട്ട് കീ അത് എപ്പോഴും എന്തായിരിക്കും, ഡിഫറൻ്റ് ആയിരിക്കും. ചിലപ്പോൾ ഒരു പക്ഷേ F2 ആയിരിക്കാം, അല്ലെങ്കിൽ ഡെൽ ആയിരിക്കാം, അല്ലെങ്കിൽ F1 ആയിരിക്കാം, F9 ആയിരിക്കാം, ടാബ് ആയിരിക്കാം, ഓക്കെ, അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും ഒരു സീക്രട്ട് കീ ആയിരിക്കും നമ്മൾ ഓരോ പ്രൊഡക്റ്റിൻ്റെയും ബയോസ് കീസ് എന്ന് പറയുന്നത്. സോ നമുക്കത് ബയോസ് വർക്കിംഗ് ആണോ അല്ലേ എന്നുള്ളതാണ് നമ്മൾ അടുത്ത സ്റ്റെപ്പ്. സോ ബയോസ് പ്രോപ്പറായിട്ട് ലോഗിൻ ചെയ്യുന്നുണ്ട്, ബയോസിനകത്തൊന്നും കുഴപ്പമൊന്നും ഇല്ല എന്നുണ്ടെങ്കിൽ അതിൻ്റെ ഇഷ്യൂ എന്ന് പറയുന്നത് ഒന്നല്ലെങ്കിൽ അതിൻ്റെ ഹാർഡ് ഡിസ്ക് ഇൻ്റർഫേസസ് ആയിരിക്കാം. അത് അല്ലാന്നുണ്ടെങ്കിൽ OS കറപ്ഷൻ വന്നിട്ടുണ്ടായിരിക്കും. OS അതിൽ നിന്ന് മിസ്സായിട്ടുണ്ടാവും. അത് മേ ബി എന്തെങ്കിലും തേർഡ് പാർട്ടി സോഫ്റ്റ്വെയർസ് ക്രാക്ക്ഡ് വേർഷൻസൊക്കെ യൂസ് ചെയ്യുന്ന സമയത്ത് ഇൻ്റർനെറ്റ് ത്രൂ ഔട്ട് ചെയ്യുമ്പോൾ നമുക്ക് ചിലപ്പോൾ ഒരു പക്ഷേ ക്രാക്കിംഗ് നമുക്ക് ആ ഒരു ആപ്ലിക്കേഷൻസ് പ്രോപ്പറായിട്ട് നമ്മൾ ഉള്ള OSനെ നമ്മൾ എന്ത് ചെയ്യും, കറപ്ഷൻ സംഭവിക്കാറുണ്ട്. അപ്പോൾ അത് റീസെറ്റ് ചെയ്യുക, OS ഒന്ന് ഇൻസ്റ്റാളേഷൻ ചെയ്യേണ്ടി വരും ചില കേസുകളിൽ നമുക്ക് ഹാർഡ് ഡിസ്കിൻ്റെ ഡാമേജസ് എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടാവും. ഹാർഡ് ഡിസ്ക് ഡിറ്റക്ഷൻ ഇഷ്യൂസ് എന്ന് പറയും നമ്മൾ തന്നെ. ഹാർഡ് ഡിസ്കിൽ എന്തെങ്കിലും ഡാമേജസിൻ്റെ പ്രോബ്ലം. അപ്പോൾ ഹാർഡ് ഡിസ്ക് ഡാമേജ് ആയിട്ടുണ്ടെങ്കിൽ നമുക്കത് എന്താണ് കാരണം എന്നുള്ളത് നോക്കിയിട്ട് നമുക്കത് ഹാർഡ് ഡിസ്ക് റീപ്ലേസ്മെൻറ്റ് ചെയ്യാനോ, അല്ലെങ്കിൽ ഹാർഡ് ഡിസ്കിനെ നമുക്ക് ഡിഫ്രാഗ്മെൻറ്റ് പോലുള്ള സംഭവങ്ങളൊക്കെ നമുക്ക് ചെയ്യാനൊക്കെ പറ്റും. അല്ലെങ്കിൽ നമുക്കൊന്ന് റിപ്പയർ ചെയ്യുക, അല്ലെങ്കിൽ ഒന്ന് റീഇൻസ്റ്റാളേഷൻ ചെയ്യുക, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റും. സോ ഈ ഒരു കേസ് കൊണ്ടാണ്, അല്ലെങ്കിൽ ഇത്രയും ഒരു കാര്യം കൊണ്ടാണ് നമ്മുടെ ഡിസ്പ്ലേകളൊക്കെ എന്ത് ചെയ്യുന്നത്, ഔട്ടായി പോകുന്നത് നമ്മുടെ ലാപ്ടോപ്പിൽ നിന്ന്. അപ്പോൾ ഇത്രയും സ്റ്റെപ്സുകൾ നമുക്ക് ജസ്റ്റ് സിംപ്ലി 1-2 സ്റ്റെപ്പുകളൊക്കെ നമുക്ക് സിമ്പിളായിട്ട് നോക്കാം. അതിലും ക്ലിയർ ആയിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒരു ബെറ്റർ സർവീസ് സെൻറ്റർ ത്രൂ ഔട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ പ്രൊഡക്റ്റിനെ ക്ലിയർ ചെയ്ത് എടുക്കാൻ പറ്റും. ഓക്കെ, സോ താങ്ക് യു.